ഭദ്രയ്ക്ക് ഇപ്പോൾ 8-ാം മാസമാണ്. ആദ്യത്തെ 1-2 മാസം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും തുടർന്നുള്ള മാസങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. സാധാരണ ഗർഭിണികളെപ്പോലെ ഛർദിയോ ഭക്ഷണത്തോട് വിരക്തിയോ അവൾക്കില്ല. ആകെ ഒരു പ്രയാസം ചായയുടെ മണമടിക്കാൻ പറ്റില്ലെന്നുള്ളതാണ്. ചായ തിളയ്ക്കുന്ന മണമടിച്ചാൽ മതി, അപ്പോൾ തുടങ്ങും ഛർദി. അതുമാത്രം ഭദ്രയ്ക്ക് പിടിക്കില്ല. ഭദ്രയ്ക്കല്ല, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെന്ന് പറയാം. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ ആ സ്ത്രീ ഒരു അമ്മയായി മാറിക്കഴിയും. പിന്നീട് അങ്ങോട്ട് വയറ്റിലുള്ള ആളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കി വേണമല്ലോ എന്ത് കഴിക്കാനും കുടിക്കാനും. ഇല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന ആൾ പണി തരും. ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മണം പോലും അടിക്കാൻ ഭദ്രയ്ക്ക് പറ്റില്ല. ഭദ്രയെ സമ്മതിക്കാറില്ല ഉള്ളിൽ കിടക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ ശിവനും ചായ കൂടി നിർത്തി. താനില്ലാത്തപ്പോൾ കുടിച്ചോളാൻ പറഞ്ഞെങ്കിലും അവൻ കുടിക്കാറില്ല. അമ്മയ്ക്കും കുഞ്ഞിനും ഇഷ്ടമില്ലാത്തത് തനിക്കും വേണ്ടെന്നാണ് അവനിപ്പോൾ. വരാൻ പോകുന്ന ആൾ ആ കുടുംബത്തെ മൊത്തത്തിൽ മാറ്റിയെന്ന് പറയാം. മറ്റുള്ളവരുടെ ചിന്തകളും പ്രവൃത്തികളും പോലും ഒരുപാട് മാറിയിരിക്കുന്നു. എത്രയും വേഗം പുതിയ ആളെ കാണാൻ അവനെ വരവേൽക്കാൻ ആ കുടുംബം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ലെങ്കിലും കുഞ്ഞു ആവയ്ക്കുള്ള കാത്തിരിപ്പിലാണവർ. ഭദ്രയിലൂടെ കുടുംബത്തെ പുതിയ അവകാശി വരാൻ പോകുവാണെന്ന് കേട്ടപ്പോൾ മുതൽ ധനിയും അവളുടെ കുടുംബവും പൂർണ്ണമായും ഇവരുമായുള്ള അടുപ്പം ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ശിവൻ ആദ്യമേ തങ്ങളെ സംശയിക്കൂ എന്നവർക്കറിയാം. ആ പേടി കൂടിയാണ് കാരണം. ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല ഇനിയെന്ന പോലെയാണ് അവരുടെ സമീപനം. ഇനിയും തങ്ങളുടെ മക്കളുടെ ജീവൻ ശിവൻ കാരണം എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള പേടിയുമുണ്ട്. ഉണ്ടാകുമോ എന്ന് ധന്യയുടെ അമ്മയ്ക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്ന് വിട്ട് അവരുടെ കാര്യം നോക്കി നിൽക്കുകയാണ്. ശിവൻ്റെ അച്ഛനും ഇപ്പോൾ അവരുമായി ഒന്നിനുമില്ല. സ്വന്തം മക്കൾക്ക് ഒരു ദ്രോഹമുണ്ടാകാൻ ആരെയും അനുവദിക്കുകയുമില്ല അയാളിനി. പ്രത്യേകിച്ച് ഭദ്രയെ വേദനിപ്പിക്കില്ല. അവളെ അത്രയ്ക്കിഷ്ടമാണ് അവർക്കെല്ലാം. ഭദ്ര എന്താണെന്ന് അടുത്തറിഞ്ഞപ്പോൾ മുതൽ അവൾ അവരുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ ശിവനിലേക്ക് അടുപ്പിക്കുന്നത് പോലും ഭദ്ര ആണെന്ന് അവർക്ക് തോന്നി. അവനിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അവൾ വന്നതിന് ശേഷം. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ശാന്തമായി പോവുകയാണ് അവരുടെ ജീവിതം ഇപ്പോൾ. ജനിക്കാൻ പോകുന്ന കുഞ്ഞും അതിനെക്കുറിച്ച് കാണുന്ന കുറച്ച് സ്വപ്നങ്ങൾ മാത്രമാണ് അവരുടെയൊക്കെ ഉള്ളിലിപ്പോൾ. അതിൽ കൂടുതൽ ഒന്നും തന്നെയില്ല അവർക്കാർക്കും. മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയവുമില്ല. തങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന കുഞ്ഞ് അതിഥിയെ കാത്തിരിക്കുന്നവർക്ക് അത് മാത്രമല്ലേ ഉണ്ടാവൂ ഊണിലും ഉറക്കത്തിലും ചിന്ത. ശിവൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ. അതിൻ്റെ ടെൻഷനാണ് എല്ലാവർക്കും. ഭദ്ര പുറമേ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ സമയത്ത് അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവൾ. ആരുമില്ലാത്തതിൻ്റെ കുറവറിയിക്കാതെ ശിവനും അവൻ്റെ കുടുംബവും അവൾക്കൊപ്പമുണ്ടെങ്കിലും അമ്മയില്ലാത്തത് അത് അവൾക്കൊരു കുറവ് തന്നെയാണ്. ആ സ്ഥാനത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും ചന്ദ്രിക പക്ഷേ അവൾക്കൊരിക്കലും അങ്ങനെ ഒരു കുറവ് ഉണ്ടാവാതിരിക്കാൻ ഉള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അമ്മയുടെ കുറവ് അതവൾക്കുണ്ട്. അഡ്മിറ്റാകാൻ കുറച്ച് ദിവസമേ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും എടുക്കാൻ മറന്നാലും സാരമില്ല, അടുത്തല്ലേ, നമുക്കെടുക്കാമല്ലോ. അവൻ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ എന്തോ നിൽക്കുന്നവളെ അവൻ വലിച്ച് തനിക്കടുത്തേക്ക് നിർത്തി. വയറൊക്കെ ആയതുകൊണ്ട് സൂക്ഷിച്ചാണ് പിടിച്ചു നിർത്തുന്നത്. അവൾക്കെന്തോ വിഷമമുണ്ടെന്ന് അവന് മനസ്സിലായി. എന്ത് പറ്റി, ടെൻഷനാണോ? അവളുടെ മുഖം കണ്ട് ആർദ്രമായി ചോദിച്ചവൻ. അറിയില്ല, എന്തോ ഡേറ്റ് എടുക്കും തോറും ഒരു പേടി. ഏയ് പേടിക്കാതെ, ഞാനില്ലേ, നമ്മുടെ ഹോസ്പിറ്റലല്ലേ, നിൻ്റെ കൂടെ തന്നെ ഞാനുണ്ടാവും. വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ ആവരുത്. BP കൂടും, ശരിയാവില്ല. അതും ഈ സമയത്ത്. അത് നിനക്കും കുഞ്ഞിനും ദോഷം ചെയ്യും. ശിവൻ പറഞ്ഞതും ഭദ്ര മെല്ലെ തലയാട്ടി. ഇതൊന്നും ഞാൻ നിന്നെ ടെൻഷനാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടെന്ന്. ദൈവം നമ്മുടെ കൂടെയില്ലേ, നിൻ്റെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ, ഒന്നും വരില്ല. ധൈര്യമായിരിക്കെ. ശിവൻ അവളെ പതിയെ ചേർത്ത് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞതും ഭദ്ര അവൻ്റെ നെഞ്ചിൽ ചാരി നിന്നു. അവൻ അരികിലുള്ളപ്പോൾ തൻ്റെ മനസ്സിൽ വല്ലാത്ത ധൈര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും അവനാണ് തനിക്കെല്ലാം. പതിയെ അവൻ്റെ കൈ അവളുടെ വയറിൽ കൂടി ചേർത്ത് പിടിച്ചതും അവൾ അവൻ്റെ ദേഹത്തേക്ക് അമർന്നു. പെട്ടെന്ന് വേദന വന്ന് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ ശിവൻ ഇത്രയ്ക്ക് പേടിച്ചൊരു ദിവസം വേറെ ഇല്ലെന്ന് പറയാം. അത്രയ്ക്ക് അവൻ പേടിച്ചു പറിച്ചാണ് അവളെയും കൊണ്ട് ഓടുന്നത്. അഡ്മിറ്റാകാൻ പറഞ്ഞ ദിവസത്തേക്കാൾ ഒരു ദിവസം മുന്നേ അവളെയും കൊണ്ട് ഇങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ച് ഓടേണ്ടി വരുമെന്ന് അവൻ കരുതി കാണില്ല. ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കലെത്തി അവളെ ലേബർ റൂമിലേക്ക് കയറ്റുമ്പോൾ കൂടെ ശിവനും ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ അവന് കഴിയുന്നില്ലായിരുന്നു. വേദന കൊണ്ട് പുളയുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും ആ സമയത്ത് അവളെ തനിച്ചകത്താക്കി പോകാനും അവൻ്റെ മനസ്സനുവദിച്ചില്ല.
അവൾക്ക് കൂടെ നിന്ന് ധൈര്യം കൊടുക്കേണ്ടത് ഞാനാണെന്നുള്ള ചിന്ത അവനെ പുറമേ ധൈര്യവാനാക്കി. എനിക്ക് പറ്റുന്നില്ല ശിവേട്ട, ഞാൻ മരിച്ചു പോകും പോലെ തോന്നുക. വേദന കൊണ്ട് പിടയുന്നതിനിടയിൽ അവളുടെ നാവിൽ നിന്ന് വീഴുന്ന വേദനയിൽ കുതിർന്ന വാക്കുകൾ കേട്ട് അവൻ്റെ കണ്ണുകൾ കലങ്ങി. നിസ്സഹായതയോടെ നിൽക്കുന്ന അവനെ ആ അവസരത്തിലും അകത്തുള്ള ഡോക്ടർ അതിശയത്തോടെ നോക്കി. ഇവൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയുമോ എന്നായിരുന്നു അവരുടെ മുഖത്തെ ഭാവം. വർഷങ്ങളായി അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അതിശയം തോന്നും വിധമായിരുന്നു അവൻ്റെ പെരുമാറ്റം. പക്ഷേ അതൊന്നും ആലോചിച്ച് നിൽക്കാനുള്ള നേരമായിരുന്നില്ലല്ലോ അത്. അവളുടെ വേദന കൂടിക്കൂടി വരും തോറും ശിവന് ടെൻഷനായി. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിൽ. ഡോക്ടർ അവൾക്ക് വേദന കൂടുതലാണെന്ന് തോന്നുന്നു. ഇനി അവൻ എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. അവളുടെ അവസ്ഥയിൽ അവൻ ആകെ തകർന്നു പോയിരുന്നു. ശിവൻ താനും കൂടി ഇങ്ങനെ തളർന്നു പോയാലോ? നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ സിസേറിയൻ ചെയ്യാൻ. ശിവൻ ഭദ്രയെ നോക്കി. അവൾ നല്ല കരച്ചിലാണ്. ഒട്ടും ക്ഷമയില്ലാത്തവൻ പോലും ആ നേരത്ത് ഒരുപാട് ക്ഷമ കാണിച്ചു. ഒടുക്കം ഒരു വലിയ നിലവിളിയോടെ ശിവൻ്റെയും ഭദ്രയുടെയും കുഞ്ഞ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അവിടുന്ന് പുതിയൊരു ലോകത്തിലേക്കും കടന്നു വന്നു. ആദ്യത്തെ കുഞ്ഞു ശബ്ദം കേട്ട് ശിവൻ്റെയും ഭദ്രയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി. നാളിതുവരെ അറിയാത്ത, അനുഭവിക്കാത്ത പുതു കാര്യങ്ങൾ ശിവനെ ആകെ മൊത്തം കോരിത്തരിപ്പിച്ചു. കുഞ്ഞിനെ ആദ്യമായി കയ്യിൽ ഏറ്റുവാങ്ങുമ്പോൾ അവൻ്റെ കൈകൾ വിറച്ചു. റോസ് നിറമുള്ള കുഞ്ഞിനെ വെള്ള ടർക്കിൽ പൊതിഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കൈകളൊന്ന് വിറച്ചു. അതിനൊക്കെ മുന്നേ തളർന്നു മകന്ന തൻ്റെ പ്രിയതമയ്ക്ക് അവനൊരു ചുംബനം നൽകി. ഇത്രയും നേരം വേദനകളും സ്നേഹവും പരസ്പരം പങ്കുവച്ചതിൻ്റെ സന്തോഷവും ഒരുമിച്ച് നൽകി. അവൾക്ക് അവൻ കൂടെ നിന്നതിൽ നന്ദിയുണ്ടായിരുന്നു അവനോട്. ഏതൊരു ഭാര്യയും കൊതിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ആദ്യമായി കുഞ്ഞിനെ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ സന്തോഷവും സങ്കടവും കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഭദ്രയുടെ കവളിനടുത്തേക്ക് ചേർത്ത് വെച്ച് കൊണ്ട് അവർ 3 പേരുമായി ഒരുമിച്ച് നിൽക്കുമ്പോൾ കാണുന്നവർക്ക് പോലും മനസ്സ് നിറച്ചുള്ള കാഴ്ചയായിരുന്നത്. പുറത്തുള്ളവരുടെ അടുത്തേക്ക് കുഞ്ഞിനെ കാണിക്കുമ്പോൾ എല്ലാവർക്കും കുഞ്ഞിനെ വാരിപ്പുണന്നുമ്മ വയ്ക്കാനുള്ള ആവേശം കൂടി. മോനെ ശിവ, നോക്കിക്കേ. ചന്ദ്രിക പറയുമ്പോൾ ശിവൻ്റെ കണ്ണുകൾ കുഞ്ഞിലേക്ക് നീണ്ടു. ചെറിയ പുഞ്ചിരി പോലെ കണ്ണടച്ച് കിടക്കുവാണ്, ഉറങ്ങും പോലെ. അവൻ എത്ര കണ്ടിട്ടും മതിയാവാത്ത പോലെ കുഞ്ഞിലേക്ക് തന്നെ നോക്കി. ഇനി പിന്നെ കൊണ്ടുവരാൻ കേട്ടോ. നേഴ്സ് വന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങിക്കൊണ്ട് പോയത് അവന് ഇഷ്ടമായില്ല. അവനെയും കുറ്റം പറയാൻ പറ്റില്ല. കുഞ്ഞിനെ കാണുന്ന ആർക്കും വിട്ടുകൊടുക്കാൻ തോന്നില്ല, കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും. കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരും, ചന്ദ്രിക അവനെ നോക്കി പറഞ്ഞതും ശിവനൊന്ന് അടങ്ങി. ഭദ്രയെ കാണാനും അവൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട്. വേദനയെടുത്ത് പൊളഞ്ഞു കിടന്നവളുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വരും തോറും ആകെ ഒരു വേദനയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവൾ അനുഭവിച്ചതോർക്കുമ്പോൾ അവളെപ്പോലെ എല്ലാ സ്ത്രീകളെയും സമ്മതിക്കണം. എന്തൊക്കെ അനുഭവിച്ചാണ് അവരൊക്കെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്, തൻ്റെ അമ്മയുൾപ്പെടെ. ജീവിതത്തിലെ പല സംഭവങ്ങളും അവനെ തിരിച്ച് ചിന്തിപ്പിക്കാൻ പോകുന്നതായിരുന്നു. ഇതിലൂടെ അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. അവനെ നികത്തി പലതും മനസ്സിലാക്കി കൂടെ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. ശിവനെ ആകെ മൊത്തം മാറ്റിയെടുത്തെന്ന് തന്നെ പറയാം. മോളെ തരുണി, ഭദ്ര ഉറക്കെ വിളിച്ചതും ചന്ദ്രികയുടെ റൂമിൽ നിന്നൊരു കൊലുസനക്കം കേട്ട് ഭദ്ര ചിരിയോടെ അങ്ങോട്ടേക്ക് തിരിയാൻ വന്നതും ഒരു കൈ വന്ന് അവളുടെ പിന്നിലൂടെ ചുറ്റി. ആരാണെന്ന് പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. എങ്ങോട്ടാ ഓടുന്നേ? ഇങ്ങ് വന്നേ. ശിവൻ ഒരു കള്ളച്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടക്കുമ്പോൾ ഭദ്ര അമ്മനെ നോക്കി. കണ്ണുരുട്ടുന്നുണ്ട്. മോളവിടെ? അവൾ പെട്ടെന്ന് പിന്നിലേക്ക് നോക്കി പറഞ്ഞു. കൊച്ചവിടെ ഇരിക്കട്ടെ, തൽക്കാലം ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് സ്നേഹിക്കട്ടെ. ഇങ്ങോട്ട് വന്നേ നീ. പറയുന്നതിനൊപ്പം അവൾ എന്തെങ്കിലും പറയാൻ അനുവദിക്കാതെ അവളെ എടുത്തു പൊക്കി റൂമിലേക്ക് കയറുമ്പോൾ താഴെ തരുണി ശിവൻ്റെയും ഭദ്രയുടെയും പൊന്നോമന അച്ചമ്മയുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന തിരക്കിലായിരുന്നു. കുഞ്ഞിനിപ്പോൾ 3 വയസ്സായി. ആ വീട്ടിലെ കിലുക്കാമ്പെട്ടിയാണ് അവൾ. ശിവൻ്റെ അച്ഛനും അമ്മയ്ക്കും ചുറ്റുമാണ് അവിടെ ലോകമെന്ന് പറയാം. കൂടുതൽ സമയവും അവൾ അവർക്കൊപ്പമാണ്. അവർക്കും അവളെ കാണാതെ ഒരു നിമിഷം പോലും പറ്റില്ല. അതിനേക്കാൾ അവരുടെ ലോകം തരുണിയിലാണെന്ന് പറയുന്നതാണ് ശരി. കുഞ്ഞിന് പക്ഷേ അവരെക്കാളുമൊക്കെ ഒരു പടി മുകളിലാണ് അർജുൻ എന്ന മാമനോടുള്ള സ്നേഹം. സമയം കിട്ടുമ്പോഴെല്ലാം അവൾക്കടുത്തേക്ക് ഓടി വരുന്ന അവിടെ അർജുൻ മാമൻ. ശത്രുക്കൾ ഒന്നിനെയും ഇപ്പം അങ്ങനെ അടുപ്പിക്കാറുമില്ല. അവരടുക്കാറുമില്ലാത്തതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം വളരെ നന്നായി പോകുന്നു. ഇനി അവർ ജീവിക്കട്ടെ സന്തോഷമായി എന്നെന്നും. അവസാനിച്ചു. കോൺട്രാക്ട് മാരേജ് എന്നതിൻ്റെ സ്റ്റോറി ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദി. കുറച്ച് വലിച്ചു നീട്ടിയെങ്കിലും കഥ ഒരുവിധം കുഴപ്പമില്ലാതെ അവസാനിപ്പിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത കഥയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. പറ്റിയ നാളെ തന്നെ പുതിയ കഥ പോസ്റ്റ് ചെയ്യും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം.
ഞാനൊരു തുടക്കക്കാരിയാണ്. കമൻ്റ് ഇടാൻ മറക്കരുത്. താങ്ക് യു.